ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത വാര്യർ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. രസശാസ്ത്രത്തിനെ കുറിച്ചിട്ടാണ്. ഒരുവിധം എല്ലാവർക്കും മെഡിസിൻസ് എന്താണ്, അതിൻ്റെ എഫക്റ്റ് എങ്ങനെയായിരിക്കും, അതിലെന്താണ് സംഭവങ്ങൾ എന്നൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് കേൾക്കാം. ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഓക്കെ. ഈ രസശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും ഫാദർ ഓഫ് രസശാസ്ത്രം നാഗാർജുന എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധിസ്റ്റ് മോങ്കാണ്. ആളൊരു ഫിലോസഫറാണ്. ആളാണ് ആദ്യമായിട്ട് രസശാസ്ത്രത്തിനെ കണ്ടുപിടിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയുന്നതും. ആളുടെ കയ്യിൽ നിന്ന് കുറേ വർക്കും റിസർച്ചൊക്കെ ചൈന, ജപ്പാൻ അവിടെ നിന്ന് ഇങ്ങനെ സ്പ്രെഡായി വേൾഡ് മൊത്തം സ്പ്രെഡായി. അങ്ങനെയാണ് ഇത് സ്പ്രെഡായത് വേൾഡ് വൈഡ്. ഓക്കെ. അപ്പോൾ ഇതിൽ ബേസിക്കലി ആയുർവേദം ഇത് തമ്മിൽ എന്താ ബന്ധം? ഇത് ആയുർവേദത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്, ചെറുതൊന്നുമല്ല, വലിയൊരു ഭാഗം തന്നെയാണ്. ഇതിൽ ആയുർവേദ ചെടികൾ അല്ലാതെ വേറെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ തന്നെ ഉണ്ട്. മെർക്കുറി, മെറ്റൽസ് ലൈക്ക് അയൺ, കോപ്പർ, സിങ്ക്, ടിന്ന്, ലെഡ്, ഗോൾഡ്, സിൽവർ, ഇങ്ങനെയുള്ള മെറ്റൽസ് എല്ലാം അതിലുണ്ടാവും. എല്ലാമല്ല, ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ആയുർവേദത്തിൻ്റെ 1-2-3 ചെടികളുണ്ടാവും. അതിൻ്റെ കൂടെ മേ ബി ആനിമൽ ഒറിജിൻ ഉണ്ടാവും. ആനിമൽ ഒറിജിൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ പശുവിൻ്റെ മൂത്രം, അല്ലെങ്കിൽ പശുവിൻ്റെ ചാണകം, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ആനിമലിൻ്റെ കൊമ്പ്, അങ്ങനെ ഓരോ സാധനങ്ങളാണ് ഇതിലുള്ളത്. പല തരത്തിലുള്ള ആനിമൽ ഒറിജിൻ ആയിരിക്കും. പിന്നെ സീഷെൽസ് ഉണ്ടാവും. ഇങ്ങനെ പല സാധനങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർത്ത് ശുദ്ധീകരിച്ച് ഉണ്ടാക്കുന്ന മരുന്നാണ് മെഡിസിൻ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ചെയ്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡോസ് വളരെ ചെറുതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു ലോഹഭസ്മം അല്ലെങ്കിൽ സ്വർണ്ണ പറുപ്പടി, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ, മുക്തി ഭസ്മം, ഇതൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഡോസ് വളരെ ചെറുതായിരിക്കും, ചെറിയ ഡോസേ ഉണ്ടാവും. അതേമാതിരി തന്നെ ഇത് നമ്മൾ ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് കഴിക്കേണ്ട ഒരു മെഡിസിനാണ്. ഡയറ്റ് കൃത്യമായിരിക്കണം, ഡോസ് കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവാം. ആയുർവേദം കഴിക്കുമ്പോൾ സൈഡ് എഫക്റ്റ് കാര്യമായിട്ടുണ്ടാവില്ല, പക്ഷേ ഇതങ്ങനെയല്ല. ഛർദ്ദിക്കും, അല്ലെങ്കിൽ സ്കിന്നിൽ അസുഖങ്ങൾ വരും, അല്ലെങ്കിൽ ലിവറിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ലിവർ, കിഡ്നി, ഇതിനൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഡൈജഷൻ എഫക്റ്റ് ചെയ്യും. തലകറക്കം, തലവേദന, ഇതൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മളിത് വളരെയധികം, ഒരു ഡോക്ടർ നമുക്ക് മെഡിസിൻ തരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച്, നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ചോദിച്ച് എന്നിട്ട് വേണം ഞാനിത് വീഡിയോ ഇടാൻ തന്നെ കാരണം, ഒരുപാട് പേര് മെഡിസിൻ കഴിക്കുമ്പോൾ അതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇടുന്നത്. അപ്പം ഇതിൽ നാഗാർജുന പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതാൾ ചെയ്യുന്നത് ആക്ച്വലി ആളുടെ നമ്മുടെ ഈ വേൾഡിൽ ഉള്ള ദാരിദ്ര്യം, അല്ലെങ്കിൽ ആ ഒരു പോവേർട്ടിനെ മാറ്റാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ലൊരു ഹെൽത്തും സ്ട്രെങ്ത്തും കിട്ടാനും ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ടാണ് ആൾ ഇത് ഇൻവെൻറ്റ് ചെയ്തത് തന്നെ. ആളൊരു ഫിലോസഫറാണ്. അപ്പോൾ ഒബ്വിയസ്ലി ചിന്തകളും പ്രവർത്തികളൊക്കെ കുറച്ച് അങ്ങനെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ പലതരത്തിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഔഷധി തന്നെ പലതരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ക്ലാസിഫിക്കേഷൻ ആക്ച്വലി വലുതാണ്, നമുക്ക് അതിലേക്കൊന്നും കിടക്കണ്ട. വളരെ സിമ്പിളായിട്ട്, അതായത് ലോഹവർഗം, ഉപലോഹം, മഹാരസം, ഉപരസം, രത്നവർഗം, അതായത് 5 തരത്തിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ബേസിക്കലി ലോഹം എന്ന് വെച്ചാൽ ഈ അയൺ, കോപ്പർ, സൾഫർ, ഡയമണ്ട്, പേള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ രത്നവർഗം എന്ന് പറഞ്ഞാൽ അറിയാം, ജെം, അങ്ങനത്തെ ഡയമണ്ട്, പേള്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, റൂബി, ഇങ്ങനെയൊക്കെയായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഹാരസം, ഉപരസം എന്നൊക്കെ പറഞ്ഞാൽ സൾഫർ, ബ്രോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാം തന്നെ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ആയുർവേദം കോഴ്സിന് പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനെ ഡിവിഷൻ, ഇതിനെങ്ങനെ ഉണ്ടാക്കും. പക്ഷെ അതേമാതിരി തന്നെ ഉണ്ടാക്കുന്ന രീതിയും അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കരളീയം, കൂബിപക്വം, പോടലി, പർപ്പടി, ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിന് ദർ ഇസ് എ റീസൺ ഫോർ ഇറ്റ്. അതുകൊണ്ടാണ് അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു കാര്യം പറയാനാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ലോഹാദി രസായനം നമുക്ക് എടുക്കാം. അതിൽ മെയിനായിട്ട് ലോഹാദി രസായനം ബേസിക്കലി എന്തിനൊക്കെയാണ് കൊടുക്കുക? ചുമ, ശ്വാസമുട്ട്, അതേമാതിരി തന്നെ ഈ റെസ്പിറേറ്ററി ഇഷ്യൂസിന് എല്ലാത്തിനും കൊടുക്കാം. പിന്നെ വയറിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ലിവറിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, സ്പ്ലീനിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ മരുന്ന് കൊടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ബേസിക്കലി അതിനെ ഒരു മെറ്റലിനെ നമ്മൾ പൗഡർ ആക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതിൽ ആ മെറ്റൽ ഷീറ്റ് എടുത്തിട്ട് ആദ്യമേ തന്നെ അതിനെ നമ്മൾ നല്ലോണം ചൂടാക്കുക എന്നുള്ളതാണ്. റെഡ് ഹോട്ട് ആവണ വരെ അതിനെ ചൂടാക്കണം. അതിൻ്റെ ഒപ്പം കുറച്ച് സോൾട്ടുകൾ മിക്സ് ചെയ്തിട്ട് സ്മിയർ ചെയ്തിട്ട് അതിന് ശേഷം അതിനെ ചൂടാക്കുക. റെഡ് ഹോട്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ ഒരു കഷായത്തിൽ നമ്മൾ ഒരു 16 പ്രാവശ്യം മിക്സ് ചെയ്യുന്നു. 16 പ്രാവശ്യം ശുദ്ധീകരിക്കുകയാണ്. ഓക്കെ. മിക്സ് ചെയ്യുകയല്ല, ശുദ്ധീകരിക്കുകയാണ്. അത് ഏത് കഷായമാണ്? ത്രിഫല.
അതിൻ്റെ കൂടെ തന്നെ സാൽസരാതി ഗണം എന്നിൽ പെടുന്ന കുറേ ചെടികളുണ്ട്. സാൽസരാതി ഗണം ബേസിക്കലി ഈ പാണ്ടു അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ ഡയബറ്റിസ് ഇങ്ങനെയുള്ള കുറച്ച് അസുഖങ്ങളെ മാറ്റാവുന്ന ഒരു ചെടികളുടെ ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ് സാൽസരാതി ഗണം. അപ്പോൾ ഈ ഇതിൽ ശുദ്ധീകരിച്ച് ഒരു 16 ശുദ്ധീകരിച്ചിട്ട് അതിനുശേഷം അതിനെ മാറ്റി വെച്ചിട്ടുള്ള പൗഡറാണ് ലോഹാദി രസായനം. അതാണ് നമ്മൾ ഈ കാര്യത്തിന് കൊടുക്കുന്നത്. ഇങ്ങനെ ഇത് ഞാൻ ഒരു എക്സാമ്പിളേ പറഞ്ഞുള്ളൂ. ഇങ്ങനെയാണ് ഓരോ മെഡിസിൻസും പലതരത്തിൽ ഉണ്ടാക്കുന്നത്. അതിനെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലുള്ള മെഡിസിൻസ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ പ്യൂരിഫിക്കേഷൻ കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ അതൊരു പ്രോബ്ലമാണ്. കാരണം അത് ശരിക്കും നടന്നില്ലെങ്കിൽ അതിനെ എന്തുകൊണ്ടാണ് ശുദ്ധീകരിക്കുന്നതെന്ന് വെച്ചാൽ ഈ മെറ്റൽസിലൊക്കെ ടോക്സിസിറ്റി ഉണ്ടാവും. അതിനെ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ തെറാപ്യൂട്ടിക് ആക്ഷൻ കൂടുകയാണ് അല്ലെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെ ശുദ്ധീകരിക്കുന്നത്. ഇപ്പോൾ ക്ഷീരബലം 101 ആവർത്തി, ക്ഷീരബല അത് ആ ഒരു മെഡിസിൻ 101 പ്രാവശ്യം ശുദ്ധീകരിച്ചതിന് ശേഷമാണ് ആ മെഡിസിൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷീരബലം ചിലപ്പോൾ പല കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു തലവേദന വരുന്നു, നമുക്ക് ക്ഷീരബലം ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടാം, അല്ലെങ്കിൽ അത് തളമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മസിൽസിനൊക്കെ ഒരു പെയിനാണ്, അവിടെ ജസ്റ്റ് ചെറിയതായിട്ട് ക്ഷീരബലത്തിൻ്റെ അവിടെ ജസ്റ്റ് ഇത്തിരി തേച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മോർണിംഗ് ആകുമ്പോഴേക്കും എല്ലാ വേദനയും മാറിക്കിട്ടും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തിരി ചെറിയൊരു ഡോസേ ഉള്ളൂ അല്ലേ. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു സീക്രട്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു വേറൊരു റിസർച്ച് പ്രകാരം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം പൗഡറാണ്, ഭസ്മം ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം ഇതൊക്കെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ ടോക്സിസിറ്റി പോയോ, അതാണ് ഇതിൻ്റെ അടുത്തൊരു ഘടകം. ഇതിൻ്റെ ടോക്സിസിറ്റി പോയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ആ പൗഡർ അല്ലെങ്കിൽ ആ മരുന്നെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ തംസിൻ്റെ ഇവിടെ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു മെഡിസിൻ്റെ നമ്മുടെ കൈയുടെ അവിടെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും അത് പൗഡർ ആണോ അത് ഭസ്മം പോലെയാണോ. ഭസ്മം എന്ന് വെച്ചാൽ ഭസ്മം തന്നെ ആവണമല്ലോ അല്ലേ, കഷ്ണങ്ങൾ പാടില്ല, അങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതൊന്ന്. അടുത്തതെന്ന് വെച്ചാൽ ഈ മെഡിസിൻ വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്യണം എന്നതാണ് ഒരു റൂള്. അങ്ങനെ ആയിരിക്കണം. ഫ്ലോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ മെഡിസിൻ്റെ കുറച്ച് ടോക്സിസിറ്റി ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നാണ്. അതിന് സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവും, പക്ഷെ അതിന് ടോക്സിസിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ വേറൊരു മെറ്റലായിട്ട് നമ്മൾ അതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഭസ്മം നമ്മൾ എടുത്തു, ഓക്കെ, ലോഹാദി രസായനം നമുക്കത് തന്നെ പറയാം. അതും അതിൻ്റെ അയേൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രസായനത്തിൻ്റെ വെയിറ്റ് ആയിരിക്കണം കൂടുതൽ, മെറ്റലിൻ്റെ അല്ല. ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇതിൻ്റെ വെയിറ്റ് ആയിരിക്കണം കൂടുതൽ, കാരണം ഇതിൽ അത്രയും ക്വാളിറ്റീസും അത്രയും തെറാപ്പറ്റിക് ആക്ഷനൊക്കെ ഉള്ള ഒരു മെഡിസിനാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ആയിരിക്കണം കൂടുതൽ, മെറ്റലിൻ്റെ അല്ല. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു ടെക്നീക്കാണ്, ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു ടെക്നീക്കാണ് അതിൻ്റെ ടോക്സിസിറ്റി പോയോ. ബട്ട് ഒരു 60 to 70% എല്ലാം നല്ല മെഡിസിൻ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് മേക്ക് ഷുവർ നിങ്ങൾ കറക്റ്റ് ഡോസിലും കറക്റ്റ് ഡയറ്റും ഫോളോ ചെയ്തിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. ഇനിയും ഇതേമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ ഇനിയും വരാം. സോ ഞാൻ വീണ്ടും പറയുന്നു, വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.